ദില്ലിയിലേക്കാണ് CJP പാർലമെന്റ് മാർച്ച് തുടങ്ങാനിരിക്കെ ന്യൂദില്ലിയിൽ നിരോധനാജ്ഞ. സുരക്ഷാ നടപടികളുടെ ഭാഗമായി പാർലമെന്റിനും മന്ത്രിമാരുടെ വസതികൾക്കും അധിക സുരക്ഷയൊരുക്കിയിരിക്കുകയാണ് ദില്ലി പോലീസ്. പ്രധാന റോഡുകളിൽ ബാരിക്കേഡുകൾ നിരത്തി ജന്തർ മന്ദറിന് ചുറ്റും ജലപീരങ്കിയും മൊബൈൽ ജാമറുകളും വിന്യസിച്ചു. 12 കമ്പനി അധിക അർദ്ധസൈനികരെയും സജ്ജരാക്കി. പ്രതിഷേധ മാർച്ചുകൾക്കും വിലക്കുണ്ട്. നോബിൾ മാരിക്കാരൻ ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. നോബിൾ, അധിക സുരക്ഷയൊരുക്കിയിരിക്കുകയാണ്. സമരം കൂടുതൽ ശക്തമാകുമെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള മുന്നൊരുക്കങ്ങളാണെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് CJP നേതൃത്വത്തിന്റെ അടക്കം തീരുമാനം? പിന്തുണയുമായി എത്തുന്നവർ എങ്ങനെയാണ് ഇനി സമരം മുന്നോട്ട് പോകാൻ പോകുന്നത്? തീരുമാനങ്ങൾ എന്താണ്? ഗുഡ് മോർണിംഗ്. ഇന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടി നിശ്ചയിച്ചിരിക്കുന്ന പാർലമെന്റ് മാർച്ച് നടക്കാൻ പോകുന്നത്. ഇതിനോടൊപ്പം തന്നെ ജന്തർ മന്ദിർ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം കാണാൻ കഴിയും, സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന ആ വെള്ള ഭാഗമാണ് ഇതിൻ്റെ ഒരു സമരവേദി എന്ന് പറയുന്നത്. ആ സമരവേദി ഏറെക്കുറെ നിറഞ്ഞു കവിഞ്ഞതിന് ശേഷം ആളുകൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ, യുവജനങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് കൂടി അത്തരത്തിൽ മുദ്രാവാക്യ വിളികളുമായി എത്തിയിരിക്കുന്നു. 5000-ലധികം ആളുകൾ ജന്തർ ഈ ഘട്ടത്തിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. വലിയ പ്രതിഷേധമാണ് ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നിപ്പോൾ ഇവർ പാർലമെന്റിലേക്ക് 9 മണിക്ക് മാർച്ച് നടത്തും എന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ജന്തർ മന്ദിറിന് പുറത്തേക്ക് മാർച്ച് പോകുമോ എന്നത് പ്രധാനപ്പെട്ട സംശയമാണ്. കാരണം അതീവ സുരക്ഷയിലാണ് ദില്ലി ഉള്ളത് എന്ന് വേണം പറയാൻ. നിരോധനാജ്ഞ എല്ലായിടത്തും പ്രഖ്യാപിച്ചിരിക്കുന്നു. നമുക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയും, അപ്പുറം 2 സൈഡുകളിലായി പോലീസിന്റെയൊക്കെ സാന്നിധ്യം, അതായത് ടിയർ ഗ്യാസുകൾ ലോഞ്ച് ചെയ്യാനുള്ള പ്രത്യേക വാഹനങ്ങൾ, അതോടൊപ്പം മൊബൈൽ ജാമറുമായി ബന്ധപ്പെട്ട പ്രത്യേക വാഹനങ്ങൾ, ഒപ്പം അർദ്ധസൈനികർ, CRPF, പോലീസ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും വിന്യസിച്ചുകൊണ്ട് അതീവ സുരക്ഷയിലാണ് എന്താണെങ്കിലും ദില്ലി ഇപ്പോൾ ഉള്ളത്. പാർലമെന്റ് പരിസരം അടക്കമുള്ള ഇടങ്ങളിലേക്കൊന്നും ഈ പ്രതിഷേധക്കാർ എത്താതിരിക്കാൻ ബാരിക്കേഡുകളടക്കം എല്ലായിടത്തും നിർത്തിയിട്ടുണ്ട്. വലിയ പോലീസ് സന്നാഹം എല്ലായിടത്തും ഉണ്ട്. ഇതുപോലെ ദേശീയ പതാകയൊക്കെ ഏന്തിക്കൊണ്ടാണ് നിരവധി യുവാക്കളൊക്കെ എന്താണെങ്കിലും ഈ പ്രതിഷേധത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആളുകൾ എത്തുകയാണ്. എന്താണെങ്കിലും വലിയ സുരക്ഷ എല്ലായിടത്തും ഒരുക്കിയിരിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ പോലീസിൻ്റെയൊക്കെ വിന്യാസം കാണാൻ കഴിയും. എല്ലാത്തിനും സജ്ജമായി തന്നെയാണ് പോലീസ് അടക്കമുള്ള അർദ്ധസൈനിക അടക്കമുള്ള ആളുകൾ എന്നാണെങ്കിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പാർലമെന്റ് അതീവ സുരക്ഷ കൂട്ടിയിരിക്കുന്നു. ഒപ്പം 12 കമ്പനി അർദ്ധസൈനികരെ സജ്ജമാക്കി നിർത്തിയിരിക്കുന്നു ഏത് സാഹചര്യവും കൈകാര്യം ചെയ്യാൻ. അതോടൊപ്പം തന്നെ പോലീസിന്റെ കൂടുതൽ വിന്യാസം എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് മന്ത്രിമാരുടെ വസതികൾ, പ്രധാനപ്പെട്ട രാഷ്ട്രപതി ഭവൻ, ഒപ്പം പ്രധാനമന്ത്രിയുടെ വസതി, ഒപ്പം മറ്റ് പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ അധികമായി പോലീസിനെയും മറ്റും കേന്ദ്ര സേനകളെയും വിന്യസിക്കുക. അത്തരത്തിൽ വലിയ സുരക്ഷ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ എന്താണെങ്കിലും മുന്നോട്ട് പോകുന്നത്. ജന്തർ മന്ദിറിന് പുറത്തേക്ക് ഈ സമരം പോകരുത് എന്ന് തന്നെയാണ് ഇതിൽ പ്രധാനമായും പോലീസ് ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള സുരക്ഷയാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. किधर से आते हैं? I'm from Kanpur. Yeah. What? जी, अगर आज ये पुलिस की तरफ से कोई भी दुर्व्यवहार हुआ तो ये युवा की सोती हुई आग जगा देंगे, और अगर इस युवा की सोती हुई आग जग गई तो फिर ये देश क्या, ये प्रधानमंत्री तक समझ में आ जाएगा क्या होने वाला है. പ്രതിഷേധവുമായി കാൺപൂരിൽ നിന്ന് വന്ന ആളാണ്. അങ്ങനെ നിരവധി ആളുകൾ വിവിധയിടങ്ങളിൽ നമുക്ക് കാണാൻ, ദേശീയ പതാകയൊക്കെ എത്തിക്കൊണ്ട് നിരവധി ആളുകൾ, ഒപ്പം ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ആളുകളുണ്ട്, അംബേദ്കറുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് യുവാക്കൾ എന്താണെങ്കിലും ഇവിടെ എത്തിയിട്ടുണ്ട്. आप लोग किधर से आए? मैं तो यहीं दिल्ली का रहने वाला हूँ, ओल्ड राजन नगर. अभी आया हूँ. अभी जोश देख के तो लग ही रहा है आपको कि भारी मात्रा में छात्र आए हैं और उत्सुक हैं, लेकिन बाहर पुलिस का जाब्ता भी भारी है. दिल्ली पुलिस ने निर्देश दिए कि हम पार्लियामेंट तक नहीं जाने देंगे. जो हमने आते समय देखा कि संसद भवन का रास्ता है वो भी बंद है अभी. तो अभी देखते हैं कि आगे किस दिशा में जाता है. बाकी सबको उम्मीद तो यही है कि मार्च करेंगे संसद भवन की तरफ. अब आगे को देखते हैं कैसे लीड करते हैं जो हमारे वो CJP के नेता हैं. जो എന്തായാലും വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ടെന്ന് ഇവർക്കും അറിയാം. കാരണം പോലീസ് വ്യക്തമാക്കുന്ന നിലവിൽ ഒരു പ്രതിഷേധങ്ങൾക്കും ഇന്നിപ്പോൾ അനുമതി നൽകിയിട്ടില്ല എന്നാണ്. അതോടൊപ്പം തന്നെ CJP ആണെങ്കിൽ ഈ പ്രതിഷേധത്തിന് അനുമതി തേടിയിട്ടില്ല എന്നും എടുത്തു പറയേണ്ടത്. കാരണം അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കൊളോണിയൽ വ്യവസ്ഥയ്ക്ക് എതിരായ ഒരു പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധത്തിന് അനുമതി അടക്കം തേടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടിയും ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഒപ്പം മറ്റ് പല സംഘടനകളുടെ പ്രതിഷേധവും ഇന്നിപ്പോൾ ജന്തർ മന്ദിർ നിശ്ചയിച്ചിരുന്നു. പക്ഷേ അതിനൊന്നും അനുമതി എന്താണെങ്കിലും നൽകാത്ത സാഹചര്യം ഉണ്ട്. ഇന്നിപ്പോൾ വലിയ പ്രതിഷേധവും ഒരുപക്ഷെ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ജലപീരങ്കിയൊക്കെ സജ്ജമാക്കി തന്നെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാ ഒരുക്കങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ടാണ് ദില്ലി പോലീസ് എന്താണെങ്കിലും ഈ സമരത്തെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും എത്രത്തോളം ജനക്കൂട്ടം എന്താണെങ്കിലും ജന്തർ മന്ദിർ ഉണ്ട്. എന്താ അഭിജിത് ദീപ്തി അടക്കമുള്ള ആളുകളൊക്കെ അങ്ങ് ഉൾഭാഗത്ത് ജന്തർ മന്ദിറിന്റെ അകത്താണ് ഉള്ളത്. ഒപ്പം DYFIയുടെ
സജ്ജി അടക്കമുള്ള മലയാളികൾ അടക്കമുള്ള ആളുകളുടെ പ്രതിഷേധമൊക്കെ ഉള്ളിൽ നടക്കുന്നുണ്ട്. എന്നാണെങ്കിലും പ്രതിഷേധം ഇന്നിപ്പോൾ വലിയ രീതിയിൽ അണപൊട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല. പാർലമെന്റ് നടക്കുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന നിലപാടിലേക്ക് ശക്തമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലാണ് എന്താണെങ്കിലും ദില്ലി ജന്തർ മന്ദിർ ഒരുങ്ങിയിരിക്കുന്നു. 9 മണിയുടെ പ്രതിഷേധ മാർച്ച് ആരംഭിക്കും എന്നാണ് നേതാക്കൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വരും മണിക്കൂറുകളിൽ ദില്ലിയിൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് നമുക്ക് എത്തുകയും ചെയ്യാം. നോബിൾ മാരിക്കാരനാണ് അവിടെ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.